എന്തായിരുന്നു എല്ലാവരും കൂടി അവിടെ? അത് വരുണൻ ചേച്ചിയൊക്കെ തിരിച്ചു വരുന്ന എന്റെ സന്തോഷം പറയായിരുന്നു. എന്നിട്ട് ആ സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. എന്താ മോളെ, സന്തോഷ വാർത്ത കേട്ടിട്ട് തളർന്നു പോയതാണോ? ഏയ്, മുത്തശ്ശി എന്തായി പറയുന്നേ? ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോവാ. എന്തിന്? അത് പിന്നെ ചേച്ചിയെ കാണാൻ. അവരിങ്ങോട്ട് വരില്ലേ? ഇല്ല, അച്ഛനും അമ്മയും ചിലപ്പോ ചേച്ചി വിട്ടില്ലെങ്കിലോ. എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ. ചേച്ചി ഒന്ന് കണ്ടിട്ട് ഞാൻ ഓടി വന്നോളാം. മോളവിടെ നിന്നെ. മുത്തശ്ശിക്ക് പ്രായം എത്രയായി എന്നറിയൂ? ഈ കാലത്തിനിടയില് ഒരുപാട് പേര് എന്റെ മുമ്പിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ടെന്താ, ഒരാളെ കണ്ട അയാളുടെ മനസ്സിൽ എന്താ, അയാൾക്കിപ്പോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ എനിക്കിപ്പോ പറ്റും. അല്ല, മുത്തശ്ശി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മോള് ചെല്ല്. വരുണേ, ഇപ്പൊ ഈ കുടുംബം പൂർണ്ണമായും തന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനൊന്നും പറയണ്ട അച്ഛാ. ഇതൊക്കെ എൻ്റെ കടമയല്ലേ. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് രാധികയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അച്ഛൻ എന്നെയല്ലേ അയച്ചത്. അപ്പോൾ ഞാനല്ലേ അത് നോക്കേണ്ടത്. മോന് വീട്ടിൽ പോണ്ടേ? ഇവിടുത്തെ അവസ്ഥ തന്നെയാണല്ലോ അവിടെ. എല്ലാരും മോനെ കാത്തിരിക്കല്ലേ. എനിക്ക് തിരക്കൊന്നുമില്ല മുത്തശ്ശി. ഏട്ടനും ബിജുവൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവിടെ ചെന്നാലും എന്നോട് ചോദിക്കുക, രാധികയെ സുരക്ഷിതമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തിച്ചോന്നാ. രാധിക മോളിനി ഇവിടെ നിൽക്കട്ടെ അല്ലേ? കൈയെത്തുന്ന ദൂരത്തില്ലെങ്കിൽ മനസ്സിനെന്തോ പുകച്ചില്ല. കുറെ നാളായിട്ട് ഈ സിനിമാ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് തിരക്കിലല്ലായിരുന്നോ? അത് ശരിയാ മോനെ. ഈ തിരക്കുകൾ കൂടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആളുകൾ ഒരുമിച്ചിരിക്കുന്നത് കുറയും. അല്ലെങ്കിൽ ഇവൾ ഇതുപോലെ എൻ്റെ മടിയിൽ, അല്ലെങ്കിൽ യശോദയുടെ തോളിൽ ചാരിയിരിക്കേണ്ടതല്ലേ? ഒരു പനി വന്നാൽ തൊട്ട് നോക്കാം. മുഖത്തൊരു വാട്ടം ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. അതൊക്കെയാണേ നഷ്ടപ്പെട്ടു പോകുന്നത്. അച്ഛൻ കടിമംഗലത്തേക്ക് വരണോ മോന്റെ കൂടെ? ഏയ് വേണ്ട, ഞാൻ പോയിക്കോളാം അച്ഛാ. സത്യത്തിൽ ഞാൻ കരുതിയത് രാധയും കണിമംഗലത്തേക്ക് മടങ്ങുന്നുണ്ടെന്നാ. അവിടെ എല്ലാവർക്കും രാധയെ കാണണമെന്നുണ്ടാവുമല്ലോ. രക്ഷപ്പെട്ട കാര്യം അവിടെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. വരുൺ, ചേച്ചി എവിടെ? വരുണൊന്നുമില്ലല്ലോ? ഡോക്ടർ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല.
ചേച്ചി 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 ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പൂജമുറിയിൽ എന്തോരം നേരം ഇരുന്നെന്നറിയോ? ചേച്ചിയുടെ ഭഗവാനോട് എത്ര തവണ പിണങ്ങിയെന്നറിയോ? മോളെ കരയല്ല നീ. ഇപ്പൊ ഞാൻ സന്തോഷം കൊണ്ടാ കരയുന്നു. ഞാൻ ലൊക്കേഷനിൽ ഇരുന്നപ്പോ ഓരോരുത്തർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പാറക്കെട്ട കൊടും കാട്, താഴേക്ക് പോയ ആരും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊക്കെ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. യശോദേ, ഇടയ്ക്കിടയ്ക്ക് മുഖം വീർപ്പിക്കലും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം കാണാതായപ്പോ അവളുടെ വിഷമം കണ്ടോ? മോളെ, ഞാൻ ഇത്രയും സങ്കടപ്പെട്ട ദിവസം ഇല്ലമ്മ. ഇവര് രണ്ടുപേരും തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, ഞാൻ ചേച്ചിയെ കണിമംഗലത്ത് കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാ അത് വേണ്ടെന്ന് തീരുമാനിച്ച ദേവൻ നിൽക്കുന്നത്? ഇനി നീയായിട്ട് ആ തീരുമാനം തിരുത്തണ്ട. മുത്തശ്ശി, അവിടെ എല്ലാരും ചേച്ചി കാത്തിരിക്കുക. മുത്തശ്ശിക്ക് അറിയാലോ അവിടെ എല്ലാവർക്കും ചേച്ചി എന്തോരം ഇഷ്ടമാന്ന്. മാത്രമല്ല, ഇന്നൊരു ദിവസം ചേച്ചി കെട്ടിപ്പിടിച്ച് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. വരുൺ, അച്ഛനോടൊന്ന് പറ. വേണ്ട വേണ്ട, ഇനി എല്ലാരും അപേക്ഷിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ കാണിക്കുന്ന സ്നേഹമല്ലേ, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയല്ലേ എല്ലാ മനുഷ്യരും പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ. കൊണ്ടുപോയിക്കോ. നിനക്ക് തോന്നുന്ന അത്രയും ദിവസം നീ ഇവിടെ കണിമംഗലത്ത് നിർത്തിക്കോ. അല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അച്ഛാ. ഇപ്പൊ മോള് ചെല്ലേ. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് മോളിങ്ങ് പോന്നോ? എല്ലാവർക്കും സന്തോഷാവട്ടെ. സമ്മതിക്ക് ചേച്ചി. ആ വരൂ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇനി ഈ സിനിമയുടെ കാര്യങ്ങൾക്കായി രാധിക പോണ്ട. എല്ലാരും കൂടി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പാതി മനസ്സോടെ അന്ന് സമ്മതിച്ചെന്നേ ഉള്ളൂ. അത് ഞാൻ സംസാരിച്ചോളാം. അതിനു മുമ്പ് അവരുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കണമല്ലോ. പ്രിയമോളെ, മോളുടെ മനസ്സിലും സിനിമാ ഷൂട്ടിംഗ് എന്നുള്ള മോഹം ഉണ്ടല്ലോ, അതങ്ങ് മറന്നേക്കണം. നമുക്കതൊന്നും ചേരില്ലെന്നേ. ശരി അച്ഛാ, ഞാൻ സമ്മതിച്ചു. എന്നാ പിന്നെ നിങ്ങളെ അറിയിക്കോ. അച്ഛാ. ശരി മോളെ. ശരി അച്ഛാ.
ഈ നാശത്തിന് വിളിച്ചോണ്ട് പോകുന്നത്? സ്വന്തം ജീവിതം അപകടപ്പെടുത്താൻ ഇത്രയ്ക്ക് ആവേശം കാണിക്കുമോ? ചില നഷ്ടങ്ങള് ചില നേട്ടങ്ങൾക്ക് കാരണമാവെന്ന് പറയുന്നത് വെറുതെ അല്ല. പ്രിയങ്കയുടെ പെരുമാറ്റത്തിനർത്ഥം അതാണ്. എനിക്കും അതിശയം തോന്നി. എന്നും എന്റെ കുട്ടികൾ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ കാണുന്നില്ലല്ലോ സൂര്യ. അവരിപ്പോ എത്തും മുത്തശ്ശി. ഇനിയിപ്പൊ കുറച്ച് വൈകിയാലെന്താ? ഇപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത് ധൈര്യത്തോടെ അല്ലേ? അല്ലേ അച്ഛാ? പേടിച്ചു വച്ചാ? ഇല്ലടാ, എന്റെ മനസ്സ് കല്ലും മരവും കൊണ്ടാണല്ലോ. പിന്നെ ഒരു മകൻ കൊക്കെ പോയി എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. കൺമുന്നിൽ നിന്ന് അങ്ങ് കൈവിട്ട് പോകുന്നത് നോക്കിയിരിക്കാൻ പറ്റില്ല. നീ എടുത്തു ചാടിയത് ആപത്തിലേക്കാണെങ്കിലും അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയല്ലോ. എന്താമേ ഒരു അനക്കം പോലും ഇല്ല നിൽക്കുന്നത്? അമ്മയെ ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രയും ആളുകളുള്ളപ്പോ തിരിച്ചു വരാണ്ടെങ്ങനെ? ആരാ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം ആളല്ലേ? എനിക്കെന്തെങ്കിലും പറ്റിയാൽ തന്നെ ഭക്തയ്ക്കൊന്നും സംഭവിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ലല്ലോ. ഇങ്ങ് വാ മോളെ.
അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. വരുൺ പറഞ്ഞത് സത്യമല്ലേ? ഭഗവാന്റെ അനുഗ്രഹത്തിന് മോളുടെ സാന്നിധ്യം ഒരു കാരണമായിട്ടുണ്ടാവും. പക്ഷേ ഏട്ടത്തി എന്താ അങ്ങോട്ട് വരാതിരുന്നേ? ആ, ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? ഞാനിനിയിപ്പൊ കരഞ്ഞാലും അതിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ആളുകൾ ഉണ്ടാവുമല്ലോ. അച്ഛാ, നമ്മുടെ ആ DAG വർമ്മ സാറില്ലേ, അച്ഛൻ്റെ ഫ്രണ്ട്, അദ്ദേഹത്തെ ഒന്നുകൂടി വിളിക്കണം. പോലീസിന്റെ കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് അത് ചിലപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. അങ്ങനെ വിടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ? അതെന്തായാലും ഏട്ടൻ പേടിക്കണ്ട. വർമാങ്കലിനെ ഞാൻ നേരിട്ട് പോയെന്ന് കാണുന്നുണ്ട്. ഈ കേസിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, അവരുടെ ഉദ്ദേശം എന്തായിരുന്നൊക്കെ വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞേ പറ്റും. അല്ല വരുൺ, ഉത്തരവാദികള് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ വേറെ ആളുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ, ഇവിടെ ഒരു ഇലയാണെങ്കിൽ ഇവിടെ മാത്രം കാറ്റടിച്ചു എന്നല്ലല്ലോ, കാറ്റങ്ങ് ദൂരെന്ന് വരുന്നുണ്ടെന്നല്ലേ? മോള് വാ. വാടാ, എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. അതിനെന്താ മുത്തശ്ശി, ഈ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള യാത്രയിൽ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ.
കൃഷ്ണ, എന്റെ മനസ്സിൽ എന്താ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ തോന്നലുകൾ വരുന്നത്?